ഈ അർജുന്റെ വീട്ടിൽ നിന്ന് ഷംസീർ കൂടി ചേരുന്നുണ്ട്. ഷംസീർ ചരക്കുമായിട്ട് മുംബൈക്ക് പോവുകയായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ബന്ധുക്കൾ ഈ രക്ഷാപ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭിക്കുന്നുണ്ടോ? ധന്യ, അർജുൻ്റെ കർണാടകയിലെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അർജുൻ്റെ അമ്മയും ഭാര്യയും ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. അമ്മ ഷീല ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ്. അമ്മ, എന്താണ് നിങ്ങൾക്ക് അവസാനം കിട്ടിയ വിവരം? എന്താണ് അവസാനം കിട്ടിയ വിവരം? ഓൻ്റെ GPS സംവിധാനം അവിടെയാണ്. പിന്നെ ഫോണും ഓഫായി. പിന്നെ നമുക്ക് ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വേറെ എവിടെയോ ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല. വരുന്ന വഴിയിലും പോണ വഴിയിലും കാടൊക്കെ അന്വേഷിച്ച് ഇവിടെ തന്നെയാണ് GPS എത്തിപ്പെട്ട് നിൽക്കുന്നത്. തീർച്ചയായും ഉഷാറാക്കിയില്ല. ഞങ്ങൾ ഇപ്പോൾ വരും, ഇപ്പോൾ വിളിക്കുന്നു വിചാരിച്ചും കഴിഞ്ഞ് കാത്തു നിന്നിട്ട് രാത്രി ഞങ്ങൾ അങ്കോള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്ന സമയത്ത് ഒരു പറഞ്ഞ് 2 മണിക്ക് മുതലാളി മനാഫ് അർജുൻ മിസ്സിംഗ് ആണെന്നുള്ളത് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെ ഒരാൾ മിസ്സിംഗ് ആയിട്ടും കാര്യങ്ങൾ തീരെ ശ്രദ്ധിച്ചില്ല. ഇത്ര 4 ദിവസമായില്ലേ. ആ മണ്ണൊന്ന് ഒരു 2-3 JCB എങ്കിലും അധികം വെച്ചും കാഞ്ഞൊന്നും ഇതാക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്നലെയും ഒരു ലോറി, ഒരു ക്ലീനറൊക്കെ കിട്ടി. പിന്നെ ഒരു അശ്രദ്ധ ശരിക്കുണ്ടായിട്ടുണ്ട് റെസ്ക്യൂ. പക്ഷേ ഇപ്പോൾ ഭാര്യ കൂടി ചേരുകയാണ്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, മൊബൈൽ ഫോൺ ഇടയ്ക്ക് റിങ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം സ്വിച്ച് ഓഫ് ആയിരുന്നു, പിന്നീട് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണല്ലേ? പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണോ ആണെന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇന്നലെ ഇപ്പോൾ ഭാരത് ബെൻസിലെ ആൾക്കാരെ വിളിച്ചപ്പം ഒരു കൊടുത്ത ഇൻഫർമേഷനാണ് വണ്ടി ഇന്നലെ വരെ ഓണായിരുന്നു. അപ്പോൾ എൻജിൻ ഓണാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അപ്പോൾ എവിടെയാണ് ഒരു ഒന്നുമില്ല. ഞങ്ങൾക്ക് GPS ലാസ്റ്റ് അവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതാണ് അവരോട് പറയുന്നത്, ആ മണ്ണൊന്ന് മാറ്റി കിട്ടാൻ. നിങ്ങൾ എപ്പോഴാണ് അവസാനം വിളിച്ചത്? എപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്? എപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്? ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്തിരുന്നു, ഒരു 11 മണി സമയത്ത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ട് അവരാരും വിശ്വസിക്കുന്നില്ല. ഇത്രയും എല്ലാവരും വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞങ്ങൾ കസിൻ ബ്രദർ വിളിച്ചിരുന്നു രാവിലെ, അപ്പോഴും ഫോൺ ഫുൾ റിങ് അടിച്ചിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. അപ്പോൾ റേഞ്ച് ഇങ്ങനെ വരുമ്പോൾ റിങ് ചെയ്യുന്നതായിരിക്കും. 4 ദിവസങ്ങൾക്കിടയിൽ ഇന്നലെ മാത്രമാണോ ഫോൺ റിങ് ചെയ്തത്? അതിന് മുൻപ് കിട്ടിയിരുന്നോ? ഇന്നലെയും മിനിഞ്ഞാന്നും എനിക്ക് കിട്ടിയിരുന്നു. എപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ വണ്ടിയുടെ ഒരു സ്വഭാവം എന്താണ്? ഇത്തരം സാഹചര്യങ്ങളിൽ സുരക്ഷിതമായിരിക്കാവുന്ന ഒരു അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണോ? ആണ്. ഞങ്ങൾ കമ്പനിയിൽ നിന്ന് വിളിച്ച ഭാരത് ബെൻസ് എന്ന് അവരും പറഞ്ഞത് അങ്ങനെയാണ്. അവർ ഫുള്ള് എല്ലാ സെക്യൂരിറ്റി ഉള്ളൊരു വണ്ടിയാണത്, പുതിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടെങ്കിൽ അവർ സേഫായിട്ടിരിക്കും. AC-യും മറ്റേ എല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രൂഫാണ്, വെള്ളമൊന്നും ഒന്നും കിടക്കൂല. അപ്പോൾ ആളുണ്ട്, സേഫായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായും പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് ഇരിക്കാവുന്ന ഒരു അന്തരീക്ഷമാണ്, സാഹചര്യമാണ് നിങ്ങൾ പറഞ്ഞത് കേട്ടതനുസരിച്ചും അപ്പം വണ്ടിയുടെ ഒരു സ്വഭാവം അനുസരിച്ചൊക്കെ. അതേസമയം തന്നെ നിങ്ങൾ എപ്പോഴാണ് അധികാരികളിലേക്ക് ഈ വിഷയം എത്തിക്കാൻ ശ്രമിച്ചത്? ആ സമയത്തുണ്ടായിരുന്ന പ്രതികരണം എന്തായിരുന്നു? ഞങ്ങൾ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം FIR ഫയൽ ചെയ്യാൻ തയ്യാറായില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ റെസ്ക്യൂ സമയങ്ങളിൽ FIR ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല എന്നും മിസ്സിംഗ് കേസ് അവിടെ റിപ്പോർട്ട് ചെയ്ത് അത്രമാത്രം. അത് ഞങ്ങൾ രാത്രി 10:30 വിളിക്കുന്ന സമയത്ത് ഒരു പറഞ്ഞ അർജുൻ്റെ കേസ് മുബീൻ എന്ന് പറയുന്ന ആൾ 2 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഒരു കാഴ്ചക്കാരൻ പറഞ്ഞത് 5-6 ട്രക്കുകളും കുറച്ചധികം ആളുകളും അവിടെ ഉണ്ട്, 10-15 ആളുകളുണ്ട്. പക്ഷേ അവിടെ ഒരു ചുവന്ന ട്രക്കിലെ ഡ്രൈവർ പറഞ്ഞത് അവിടെ ഒരു 7 ആളും ഒരു കാറിലെയും ആ ട്രക്കിലെ 2 ആൾക്കാരും ഒരു 2 ക്യാപ്സൂൾ വണ്ടി ഉണ്ട്, അതിലെ ആളുകളും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടെ ക്ലീൻ ചെയ്ത് 7 ബോഡി കിട്ടി, മറ്റേ സംഭവങ്ങളൊക്കെ ക്ലിയറായി. ഒരു റെസ്ക്യൂ നിർത്തുന്നൊരവസ്ഥയിലേക്ക് പോയിനി. പിന്നെ ഈ സമ്മർദ്ദം കൊണ്ടാണ് രണ്ടാമത്തെ ഇവിടെ. അപ്പം നോക്കുന്ന സമയത്ത് ഓരോ ദിവസം ഓരോ വണ്ടികളും മെനയാന്നല്ലേ ഒരു ക്ലീനറേയും ഒരു വലിയൊരു വണ്ടിയും ക്ലീനറേയും കിട്ടി. ഈ മാധ്യമ വാർത്തകൾക്ക് ശേഷമാണെന്നും കൂടെ സജീവമായതല്ലേ? ഏത് സ്റ്റേഷനിലായിരുന്നു നിങ്ങൾ പരാതിയായിട്ട് പോയത്? അങ്കോള സ്റ്റേഷനിൽ. പ്രതികരണം ഉണ്ടായിട്ടില്ല? സ്റ്റേഷനിൽ കൊടുത്ത് പിന്നെ സൈബർ സെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മാലൂർക്കുന്ന് സ്റ്റേഷനിലും കൊടുത്തു, ചെവായൂർ സ്റ്റേഷനിൽ. എന്താ പറയുക? അപ്പം ഞങ്ങൾ എന്നിട്ട് ഇന്നലെ രാവിലെയാണ്, ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ ഒരു ഇതുമില്ലാതെ ഞങ്ങൾ രാഘവൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം കർണാടകയിൽ മന്ത്രിക്കായിട്ട് ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം രാവിലെ ഗണേഷ് കുമാർ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും നല്ല ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ ഗതാഗത മന്ത്രിയായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, റെസ്ക്യൂ പെട്ടെന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരൻ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. എന്താണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം? എന്താണ്?
അവർ പറയുന്നത് ഹൈവേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ സൈഡിലുള്ള മണ്ണുകൾ ഇവർ നീക്കാൻ ശ്രമിക്കുന്നില്ല. ഇവർക്ക് വാഹനം പോവുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്നാണ് ഇവർ പറയുന്നത്. ഇന്നലെയൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് അർജുൻ സ്ഥിരമായി പോകുന്ന റൂട്ട് തന്നെയാണോ? സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ്. കുറേ ആയി വണ്ടിയിൽ പോകുന്നു. ഇപ്പോൾ ഒരു 7-8 കൊല്ലമായി വണ്ടിയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ എല്ലാം അറിയാം, അവിടെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. നിങ്ങൾ അവസാനമായി വിളിച്ചതും സംസാരിച്ചതൊക്കെ എപ്പോഴായിരുന്നു? 15-ാം തീയതി രാത്രിയാണ് അവസാനമായിട്ട് വിളിച്ചത്. ഞാൻ വിളിച്ചത് പിന്നെ രാവിലെ വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഉറക്കമൊഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ വിളിച്ച് വരുന്ന ഒരാളാണ് എല്ലാവരും. അപ്പം അങ്ങനെ 3 മണി വരെ വിളിച്ചിട്ട് ഉറങ്ങിയ ഒരാളാണ്. അതായത് 16-ാം തീയതി പുലർച്ചെ വരെയാണോ? ആ, ഓക്കെ. അപ്പോൾ ഒരു 2 ദിവസം മുമ്പ് വരെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? 16-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 16-ാം തീയതി രാവിലെ 8:30-ക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 മണി വരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. പിന്നെ ഉറങ്ങി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അവിടെ ഇന്നലെ ഫോൺ റിങ് ചെയ്തു എന്ന് പറയുന്ന സമയം എപ്പോഴാണ്? അത് ഇന്നലെ 11 മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ എനിക്കൊന്ന് റിങ് ചെയ്തു. പിന്നെ ഇന്ന് രാവിലെയും ഞങ്ങൾ ബ്രദർ വിളിച്ചപ്പോൾ റിങ് ചെയ്തു. ഫുൾ റിങ് അടിച്ചു ഇന്ന് രാവിലെ. അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി 11 മണിയാണോ? രാവിലെ 11 മണിക്ക് റിങ് ചെയ്യുന്നു, അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നു, വീണ്ടും ഇന്ന് രാവിലെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്, ഓൺ ആക്കുന്നുണ്ട്, ആൾ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ അല്ലേ? അതെ അതെ. പിന്നെ വേണ്ടത് ഏറ്റവും ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനമാണ്. എല്ലാവരും ഇടപെടലും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും കാത്തു നിൽക്കാൻ മോനും എല്ലാവരും ഒപ്പമുണ്ട്, കേരളം ഒന്നടങ്കം ഒപ്പമുണ്ട്. രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്നുള്ള വിവരം കൂടി കിട്ടുന്നുണ്ട്. അതായത് പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് ഇരിക്കാം കേട്ടോ. ഇപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു ഡ്രൈവർ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആ മണ്ണ് ആദ്യം നീക്കിയാൽ മതിയേനി. ഓക്കെ. ഏതായാലും ആ തരത്തിലാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. പ്രതീക്ഷ കൈവിടാതെ തന്നെ കുടുംബം നിൽക്കുകയാണ്. അതിനുള്ള കാരണങ്ങളുമുണ്ട്. കാരണം അർജുനെ ഇന്ന് രാവിലെയും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇന്നലെ റിങ് ചെയ്തു, ആ ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ആയി. ഇന്ന് രാവിലെ വീണ്ടും റിങ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരോ ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് അർജുൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം.